Adventures in a Banyan Tree, Ruskin Bond. This is a wonderful story by the well known Indian writer of British descent, Ruskin Bond. In this story, he narrates how a huge banyan tree and the birds and animals living in and around it fills the heart of a young boy who lives in a valley at the foot of the Himalayas with extreme thrill and happiness. ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടിന്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയാണ് നിങ്ങളുടെ ആദ്യ പാഠഭാഗം. ആദ്യത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. To the house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം മുത്തച്ഛന്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും അതീവ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എന്റേതായിരുന്നു. കാരണം 65-ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാനാവില്ലായിരുന്നു. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. 117 വയസ്സുവരെ ജീവിച്ച ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണു മരിക്കാനിടയായിരുന്നെങ്കിൽ വീണ്ടും വളരെ കാലം ജീവിക്കുമായിരുന്ന ഡെസ്മണ്ടിലെ പ്രഭുയെക്കുറിച്ചായിരുന്നു മുത്തശ്ശിയുടെ പരാമർശം. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. പടർന്നു നിൽക്കുന്ന ആലിൻ കൊമ്പുകൾ മണ്ണിലേക്ക് വളഞ്ഞു വേരുറപ്പിച്ച് കമാനങ്ങളുടെ കുറുക്കു വഴികൾ തീർത്തിരുന്നത് എനിക്ക് അതിരില്ലാത്ത സന്തോഷം പ്രദാനം ചെയ്തിരുന്നു. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. ആൽമരത്തിന് വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു, മുത്തച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായി നിലകൊണ്ടിരുന്ന ഡെഹ്റ പട്ടണത്തിനോളം പ്രായം എൻ്റെ ഈ ആൽമരത്തിനുണ്ടായിരുന്നു. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. എൻ്റെ ആദ്യത്തെ ചങ്ങാതിയും സുഹൃത്തും ഒരു തവിട്ടു നിറമുള്ള അണ്ണാനായിരുന്നു. മുതുകു വളച്ച് അന്തരീക്ഷത്തിൽ മണം പിടിച്ച് അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറിയതിൻ്റെ എതിർപ്പ് അവൻ പ്രകടിപ്പിക്കുകയായിരുന്നിരിക്കാം. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. പക്ഷേ എൻ്റെ കൈവശം തെറ്റാലിയോ എയർഗണ്ണോ ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ സൗഹൃദമുള്ളവനായി. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ ധൈര്യവാനായി. ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം എടുക്കാൻ മാത്രം അവൻ ഇണക്കമുള്ളവനായി. Before long he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. അധികം താമസിയാതെ എൻ്റെ പോക്കറ്റിൽ പരതാനും അവിടെ നിന്നും കിട്ടുന്ന എന്തും തിന്നാനും തുടങ്ങി. അവൻ ചെറുപ്രായത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അവൻ തന്നിഷ്ടക്കാരനും വിഡ്ഢിയുമാണെന്ന് അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും കരുതി കാണും. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful, greedy, gossiping rosy pastures, and parrots, crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. വസന്തകാലത്ത് ആൽമരത്തിൽ ചുവന്ന പഴങ്ങൾ നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും ആലിൻ കൊമ്പുകളിലേക്ക് പറന്നെത്തുമായിരുന്നു. അടിഭാഗം ചുവന്ന ബുൾബുളും ഉന്മേഷവാന്മാരും ആർത്തിയുള്ളവരും ചിലപ്പന്മാരുമായ റോസി പാസ്റ്റേഴ്സും തത്തകളും കാക്കകളും സദാസമയം തമ്മിൽ തമ്മിൽ കശപിശ കൂട്ടിക്കൊണ്ടിരിക്കും. പഴങ്ങളുടെ കാലത്ത് വഴിയിലെ ഏറ്റവും ശബ്ദമുഖരിതമായ ഇടം ആൽമരമായിരുന്നു. Halfway up the tree I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree
with cushion taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. അധികം ചൂടില്ലാത്ത ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങൾ ചെലവിടാനായി മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഞാനൊരു തട്ട് തയ്യാറാക്കിയിരുന്നു. സ്വീകരണമുറിയിൽ നിന്നെടുക്കുന്ന തലയിണ മരത്തിൻ്റെ തായ്തടിയിൽ ചാരിവെച്ച് അതിലേക്ക് ചാരിയിരുന്ന് എനിക്ക് വായിക്കുവാൻ സാധിച്ചിരുന്നു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, നോവൽ ഓഫ് എഡ്ഗാർ റൈസ് ബറോസ്, ലൂയിസ മേ ആൽക്കോട്ട് ഇവ എൻ്റെ ബാഗിനെ ഒരു സങ്കര വായനയ്ക്കുള്ള ഇടമാക്കി മാറ്റി. When I did not feel like reading, I could look down through the banyan leaves at the wall below, at grandmother hanging up or taking down the washing, at the cook quarreling with fruit vendor, or at grandfather grumbling at the hardly Indian marigolds which insisted on springing up all over his very English garden. വായിക്കുവാനുള്ള തോന്നലില്ലാത്ത സമയങ്ങളിൽ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ താഴേക്ക് നോക്കും. മുത്തശ്ശി അലക്കിയ തുണികൾ വിരിക്കുന്നതോ തിരിച്ചെടുക്കുന്നതോ, പച്ചക്കറി കച്ചവടക്കാരനുമായി പാചകക്കാരൻ വഴക്കിടുന്നതോ, തൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഇന്ത്യൻ മാരിഗോൾഡ് പടർന്നു കയറുന്നതിൽ ദേഷ്യപ്പെട്ടു പിറുപിറുക്കുന്ന മുത്തച്ഛനെയോ നോക്കിയിരിക്കും. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. സാധാരണയായി ഞാൻ ആൽമരത്തിലിരിക്കുമ്പോൾ ആശ്ചര്യകരമായ ഒന്നും തന്നെ സംഭവിക്കാറില്ലായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ദിവസം ഉച്ചതിരിഞ്ഞ് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഉദ്വേഗജനകമായ ഒരു സംഭവമുണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. ഒരു കീരിയും മൂർഖൻ പാമ്പും മരണം വരെ പോരാടുന്ന ഒരവസരമായിരുന്നു അത്. ആ സമയം ഞാൻ ആൽമരത്തിൽ അവർക്ക് നേരെ മുകളിൽ ഇരിക്കുകയായിരുന്നു. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of a cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അത് ഏപ്രിൽ മാസത്തിലെ ഒരു ഉച്ചതിരിഞ്ഞ സമയമായിരുന്നു. വരാൻ പോകുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുകാറ്റ് മുത്തച്ഛൻ ഉൾപ്പെടെ എല്ലാവരെയും വീടിനുള്ളിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഉറക്കം വന്നതുകൊണ്ട് വീടിന് പുറകിലുള്ള കുളത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു വലിയ കരിമൂർഖൻ കള്ളിമുൾ പടർപ്പിനിടയിൽ നിന്ന് ഇഴഞ്ഞു വന്ന് തോട്ടത്തിലെ കൂടുതൽ തണുപ്പുള്ള സ്ഥലം തേടിപ്പോകുന്നത് ഞാൻ കണ്ടത്. അതേസമയം കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു കീരി, ഞാൻ പലപ്പോഴും കാണാറുള്ള ആ കീരി, പുറത്തു വന്ന് മൂർഖന് നേരെ തിരിഞ്ഞു. In a clearing beneath the tree, in bright sunshine, they came face to face. മരത്തിനടിയിലെ ഒരു തെളിഞ്ഞ സ്ഥലത്ത് തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ അവർ മുഖാമുഖം നിന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. But the cobra was a skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. 3 അടി നീളമുള്ള ചാരനിറക്കാരൻ കീരി ബുദ്ധിമാനും ആക്രമണകാരിയുമായ ഒന്നാം തരം പോരാളിയാണെന്ന് പാമ്പിനറിയാമായിരുന്നു. പാമ്പും സമർത്ഥനും പരിചയസമ്പന്നനുമായ ഒരു പോരാളിയായിരുന്നു. വളരെ വേഗം ചലിക്കുവാനും മിന്നൽ വേഗത്തിൽ ആക്രമിക്കുവാനും അവന് കഴിയുമായിരുന്നു. അവൻ്റെ നീളമുള്ള കൂർത്ത പല്ലുകൾക്കു പിന്നിലുള്ള സഞ്ചികളിൽ മാരകമായ വിഷം നിറഞ്ഞിരുന്നു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് വീരന്മാർ തമ്മിലുള്ള പോരാട്ടമായി. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. വെല്ലുവിളിയുടെ ശീൽക്കാരത്തോടെ 2 പിരിഞ്ഞ നാവ് അകത്തേക്കും പുറത്തേക്കും പായിച്ച് 6 അടി നീളമുള്ള തൻ്റെ ശരീരത്തിൽ 3 അടിയോളം തറയിൽ നിന്നുയർത്തി വിശാലമായ കണ്ണാടി അടയാളമുള്ള പത്തി വിടർത്തി മൂർഖൻ നിലകൊണ്ടു.
കീരി തൻ്റെ വാൽ വിടർത്തി. അവൻ്റെ മുതുകത്തെ നീളമുള്ള രോമം ഉയർന്നു വന്നു. മറ്റുള്ളവർക്ക് മാരകമായേക്കാവുന്ന ദംശനങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ അവനെ രക്ഷിച്ചത് അവൻ്റെ രോമത്തിൻ്റെ കട്ടിയായിരുന്നു. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of two other spectators. One was a myna and the other a jungle crow. Not only the wily urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. ആൽമരത്തിലെ എൻ്റെ സാന്നിധ്യം രണ്ടു പോരാളികളും അറിഞ്ഞിരുന്നില്ലെങ്കിലും മറ്റു രണ്ടു കാഴ്ചക്കാരുടെ വരവ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒന്ന് ഒരു മൈനയും മറ്റേതൊരു കാട്ടുകാക്കയുമായിരുന്നു. പട്ടണത്തിലെ സൂത്രശാലിയായ കാക്കയായിരുന്നില്ല. യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ കണ്ടിരുന്നു. മത്സരത്തിൻ്റെ ഫലം അറിയാൻ അവർ കള്ളിമുൾച്ചെടിയിൽ ഇരിപ്പുറപ്പിച്ചു. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. മൂർഖൻ പ്രതിരോധത്തിലായിരുന്നു. സാവധാനം തല ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് തെറ്റായ ഒരു ഉദ്യമം നടത്താനായി കീരിയെ മായാവലയത്തിലാക്കാൻ പാമ്പ് ശ്രമിച്ചു. പക്ഷേ തൻ്റെ എതിരാളിയുടെ നിർവികാരമായ ഇമചിമ്മാത്ത കണ്ണുകളുടെ ശക്തി കീരിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ കണ്ണുകളെ നേരിടാൻ അവൻ തയ്യാറായില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. പകരം അവൻ പാമ്പിൻ്റെ പത്തിയുടെ തൊട്ടു താഴെയുള്ള ഒരു ബിന്ദുവിലേക്ക് നോട്ടമുറപ്പിച്ച് ആക്രമണം ആരംഭിച്ചു. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately, the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. പാമ്പിനെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിന് തൊട്ടടുത്തെത്തി. ഒരു വശത്തേക്ക് അവൻ്റെ ഒരു വ്യാജ ആക്രമണം നടത്തി. പെട്ടെന്ന് പാമ്പ് ആഞ്ഞുകൊത്തി. അവൻ്റെ വലിയ പത്തിയുടെ താഴ്ന്നുള്ള വരവ് കണ്ടപ്പോൾ ഒന്നിനും കീരിയെ രക്ഷിക്കാനാകില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ആ കുഞ്ഞൻ കീരി ഭംഗിയായി ഒരു വശത്തേക്ക് ചാടി മാറി. പാമ്പിൻ്റെ അതേ വേഗതയിൽ പാഞ്ഞു ചെന്ന് പാമ്പിൻ്റെ മുതുകിൽ കടിച്ചിട്ട് വീണ്ടും പിടികൊടുക്കാതെ അകലേക്ക് ഓടി. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. പാമ്പ് കീരിയെ ആക്രമിച്ച ആ നിമിഷം കാക്കയും മൈനയും പാമ്പിനു നേരെ അതിവേഗം പറന്നു വന്നു. പക്ഷേ പാതി വഴിയിൽ ശക്തമായി കൂട്ടിയിടിച്ച് പരസ്പരം ആക്രോശിച്ചുകൊണ്ട് അവർ കള്ളിച്ചെടിയിലേക്ക് മടങ്ങി. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of cactus. ഏതാനും രക്തത്തുള്ളികൾ പാമ്പിൻ്റെ പുറത്തു മിന്നിത്തെളിഞ്ഞു. പാമ്പ് വീണ്ടും ആക്രമിച്ചു. പക്ഷേ ലക്ഷ്യം കണ്ടില്ല. വീണ്ടും പക്ഷികൾ പാമ്പിന് നേരെ ഊളിയിട്ടു പറന്നു. കൂട്ടിയിടിച്ചു. കള്ളിച്ചെടിയുടെ സുരക്ഷയിലേക്ക് മടങ്ങി. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. മൂന്നാമത്തെ ഊഴം ഒന്നാമത്തേതുപോലെ തന്നെ ആയിരുന്നു. എന്നാൽ വളരെ നാടകീയമായ ഒരു വ്യത്യാസമുണ്ടായി. മൈനയും കാക്കയും ഈ സംഭവത്തിൽ പങ്കെടുക്കാൻ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുകയാൽ അവർ പാമ്പിനു നേരെ താഴ്ന്നു പറന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കുകയും അവരുടെ ലക്ഷ്യം തെറ്റുകയും ചെയ്തു. മൈന മുന്നോട്ട് പറന്ന് അതിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ എത്തി. കാക്ക പറക്കൽ നിർത്താനും തിരികെ പോകാനും ശ്രമിച്ചു. ഇതു ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ആ നിമിഷത്തിൽ പാമ്പ് തൻ്റെ തല ആഞ്ഞു വീശി ശക്തമായി കാക്കയെ ആക്രമിച്ചു.
ഒരു ചെറിയ ശബ്ദത്തോടെ പാമ്പിൻ്റെ തലയുടെ മുൻഭാഗം കാക്കയുടെ ശരീരത്തിൽ പതിച്ചു. I saw the bird flung nearly 20 feet across the garden, where, after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. ഏതാണ്ട് 20 അടിയോളം തോട്ടത്തിലൂടെ കാക്ക തെറിക്കുന്നത് ഞാൻ കണ്ടു. അല്പനേരം ചിറകിട്ടടിച്ചിട്ട് അത് നിശ്ചലമായി. വീണ്ടും ഇടപെടാനില്ലെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ച് മൈന കള്ളിച്ചെടിയിൽ തന്നെ ഇരുന്നു. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and, gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. പാമ്പ് ക്ഷീണിതനായിക്കൊണ്ടിരുന്നു. കീരി നിർഭയം പാമ്പിനടുത്തെത്തി. അവൻ്റെ കുറിയ കാലുകളിൽ ഉയർന്നു നിന്ന് മിന്നൽ വേഗത്തിലുള്ള ഒരു കടിയിലൂടെ ആ തടിയൻ പാമ്പിൻ്റെ തല അവൻ്റെ വായ്ക്കുള്ളിലാക്കി. പാമ്പ് പേടിച്ച് പുളയുകയും വളയുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് കീരിയെ ചുറ്റി വരിഞ്ഞെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. പാമ്പിൻ്റെ പിടയൽ അവസാനിക്കുവോളം ആ ചെറുജീവി ശക്തമായി കടിച്ചു തൂങ്ങി. പിന്നീടവൻ ആ വിറയ്ക്കുന്ന ശരീരമുടനീളം മണത്തു നോക്കി. പത്തിയുടെ ചുറ്റും കടിച്ചു പിടിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൈന ശ്രദ്ധാപൂർവം നിലത്തിറങ്ങി അല്പനേരം തത്തി നടന്നു. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. പിന്നീട് അഭിനന്ദനത്തിൻ്റെ കാതു തുളയ്ക്കുന്ന ഒരു ചിലയ്ക്കലോടെ ദൂരേക്കു പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with the scraps from the kitchen. He had never tried taming it, because wild mongoose was more useful than a domesticated one. ഞാനും മരത്തിൽ നിന്ന് ശ്രദ്ധാപൂർവം താഴെ ഇറങ്ങി വീട്ടിലെത്തി. ഞാൻ കണ്ട യുദ്ധത്തിൻ്റെ വിവരം മുത്തച്ഛനോട് പറഞ്ഞു. കീരി ജയിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടനായി. പാമ്പുകളെ അകറ്റാൻ തോട്ടത്തിൽ വളരുവാൻ അദ്ദേഹം അവനെ പ്രേരിപ്പിച്ചിരുന്നു. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ പതിവായി അവന് കൊടുക്കാറുമുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ ഇണക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. കാരണം കാട്ടിലെ കീരിയാണ് വളർത്തുകീരിയേക്കാൾ പ്രയോജനകരം. ആൽമരത്തിലിരുന്നു കൊണ്ട് തോട്ടത്തിൻ്റെ 4 മൂലകളിലേക്കും റോന്തു ചുറ്റുന്ന കീരിയെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. From the banyan tree, I often saw the mongoose patrolling the 4 corners of the garden. And once I saw him with an egg in his mouth and knew he had been in the poultry house. But he had in hand the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. ആൽമരത്തിലിരിക്കുമ്പോൾ തോട്ടത്തിൻ്റെ 4 മൂലകളിലും റോന്തു ചുറ്റുന്ന കീരിയെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. ഒരിക്കൽ അവൻ്റെ വായിൽ ഒരു മുട്ട കാണാനിടയായി. അവൻ കോഴിക്കൂട്ടിലെത്തിയിരുന്നുവെന്ന് മനസ്സിലായി. പക്ഷേ അവൻ കോഴികളെ ഉപദ്രവിച്ചില്ല. പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നതുകൊണ്ട് അവനോട് മുത്തശ്ശി ക്ഷമിക്കുമായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. ചാരനിറമുള്ള അണ്ണാൻ്റെയും വെളുത്ത എലിയുടെയും വിചിത്രമായ സംഭവമെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്ന കാര്യത്തിൻ്റെ പശ്ചാത്തലവും ആൽമരമായിരുന്നു. വെള്ള എലി മുത്തച്ഛൻ്റേതായിരുന്നു. ചന്തയിൽ നിന്ന് 4 അണയ്ക്ക് അദ്ദേഹം വാങ്ങിയതായിരുന്നു അതിനെ. ഞാനതിനെ പലപ്പോഴും ആൽമരത്തിൻ്റെ വേരുകളിലേക്കും ശാഖകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അവിടെ അവനൊരു അണ്ണാനുമായി പെട്ടെന്നു ചങ്ങാത്തത്തിലായി.
വൃക്ഷശിഖരങ്ങളിലൂടെ അവർ ചെറിയ ഉല്ലാസയാത്രകൾ നടത്തിയിരുന്നു. Then the squirrel started building a nest. At first, she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. Then one day, grandmother's knitting was missing. We hunted for it everywhere but without success. Next day, I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. അണ്ണാൻ കൂട് നിർമ്മിക്കാൻ ആരംഭിച്ചു. ആദ്യം എൻ്റെ പോക്കറ്റിനുള്ളിൽ കൂടുകൂട്ടാനാണ് ശ്രമിച്ചത്. ഞാൻ വീട്ടിലെത്തി വസ്ത്രം മാറുമ്പോൾ കച്ചിയും പുല്ലും താഴെ വീഴുന്നത് കാണാമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്ച്ചു കൊണ്ടിരുന്ന തുണി നഷ്ടപ്പെട്ടതായി കാണപ്പെട്ടു. അടുത്ത ദിവസം ആൽമരത്തിൻ്റെ പൊത്തിൽ എന്തോ ഒന്ന് തിളങ്ങുന്നതായി ഞാൻ കണ്ടു. സൂക്ഷ്മ പരിശോധനയിൽ അത് മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ അഗ്രഭാഗമാണെന്ന് കണ്ടു. വീണ്ടും നോക്കിയപ്പോൾ ആ ദ്വാരം മുഴുവൻ തയ്യൽ തുണികൾ കൊണ്ട് കുത്തി നിറച്ചതായി കാണപ്പെട്ടു. ആ കമ്പിളി തുണിത്തുണ്ടുകൾക്കിടയിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 3ഉം വെള്ള നിറത്തിലുള്ളത്. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring. In this case, white squirrels. ഇതിനു മുൻപ് മുത്തച്ഛൻ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ഭുതത്തോടെ അവയെ നോക്കി നിന്നു. അല്പനേരത്തേക്ക് ഞങ്ങൾ വിസ്മയിച്ചു പോയി. പക്ഷേ വെള്ള എലിയുടെ ഇടയ്ക്കിടെയുള്ള ആൽമര സന്ദർശനം ഞാൻ സൂചിപ്പിച്ചപ്പോൾ ആ വെള്ള എലി ആയിരിക്കാം ഇവരുടെ അച്ഛനെന്ന് മുത്തച്ഛൻ പറഞ്ഞു. എലികളും അണ്ണാന്മാരും പരസ്പരം ബന്ധമുള്ളവയാകയാൽ ഇവയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക തികച്ചും സാധ്യമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. ഈ സംഭവത്തിൽ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങൾ